40 വയസ്സ് തികയുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു നിശബ്ദത പടരാറുണ്ട്. അതുവരെ ഓടിക്കൊണ്ടിരുന്ന വലിയൊരു മത്സരക്കളത്തിൽ നിന്ന് ആരെങ്കിലും നമ്മളെ പെട്ടെന്ന് വശത്തേക്ക് മാറ്റി നിർത്തിയതുപോലെയുള്ള ഒരു അനുഭവം. ജനനം മുതൽ 39 വയസ്സുവരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പഠനം, ജോലി, വിവാഹം, മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ സമൂഹത്തിന്റെ വലിയൊരു ഭാരം ചുമലിലേറ്റി നമ്മൾ ഓടുകയായിരുന്നു. എന്നാൽ 40-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പലരിലും ഒരുതരം ഭയവും ശൂന്യതയും രൂപപ്പെടാൻ തുടങ്ങും. ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത്? ഞാൻ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചുപിടിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ രാത്രികളിൽ ഉറക്കം കെടുത്തും. ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്ര സത്യമുണ്ട്. പലരും വിചാരിക്കുന്നത് 40 വയസ്സ് എന്നത് ജീവിതത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും മനോഹരമായ 2-ാം ഘട്ടത്തിന്റെ തുടക്കം മാത്രമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു അലിഖിത നിയമമുണ്ട്. ചെറുപ്പകാലത്തെ വിജയങ്ങളെയും ആഘോഷങ്ങളെയും മാത്രമേ ലോകം പുകഴ്ത്താറുള്ളൂ. 20കളിലെ ആവേശവും 30കളിലെ കഠിനാധ്വാനവും കാണുമ്പോൾ കൈയടിക്കുന്നവർ 40കളിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ പതിയെ ഒരു വശത്തേക്ക് മാറ്റി നിർത്താൻ ശ്രമിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രതാപകാലം കഴിഞ്ഞയാളാണ് എന്ന രീതിയിലുള്ള നോട്ടങ്ങളും പെരുമാറ്റങ്ങളും പലരിൽ നിന്നും നേരിടേണ്ടി വരും. ഈ ഘട്ടത്തിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. സ്വന്തം വീട്ടിൽ പോലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പഴയതുപോലെ പ്രാധാന്യം കിട്ടാതെ വരുമ്പോഴും, ഓഫീസിൽ പുതിയ തലമുറയിലെ കുട്ടികൾ നിങ്ങളെക്കാൾ വേഗത്തിൽ മുന്നേറുന്നത് കാണുമ്പോഴും ഉള്ളിൽ ഒരുതരം അപകർഷതാബോധം ഉടലെടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രായത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആയുധം കൈവരുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ അനുഭവസമ്പത്താണ്. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ പല തീരുമാനങ്ങളും എടുത്തത് വികാരങ്ങളുടെ പുറത്തായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടപ്പെടുക, മറ്റുള്ളവരുടെ വാക്കുകേട്ട് ചാടി വീഴുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ രീതി. എന്നാൽ 40 വയസ്സ് കഴിയുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. ഈ ശാന്തതയെ ലോകം പലപ്പോഴും തളർച്ചയായി തെറ്റിദ്ധരിക്കാറുണ്ട്. ആളുകൾ വിചാരിക്കും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ ചിന്ത പാടെ മാറും. ഒരു സിംഹം ഇരപിടിക്കുന്നതിന് തൊട്ടുമുമ്പ് അതീവ ശാന്തനായി നിൽക്കാറുണ്ട്. അത് ഭയം കൊണ്ടോ തളർച്ച കൊണ്ടോ അല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പാഞ്ഞെടുക്കാനുള്ള തന്ത്രപരമായ കാത്തിരിപ്പാണ്. അതുപോലെയാണ് ഈ 40-ാം വയസ്സിലെ ശാന്തത. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതും അനുഭവിച്ചതുമായ എല്ലാ പരാജയങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ തന്ത്രജ്ഞനെ വളർത്തിയിട്ടുണ്ടാകും. ഈ പ്രായത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വന്തം ചിന്തകൾ തന്നെയാണ്. ഓവർ തിങ്കിങ് എന്ന വലിയ കെണിയിൽ പലരും വീണുപോകുന്നത് ഈ ഘട്ടത്തിലാണ്. കടന്നുപോയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു, ഞാൻ സമ്പാദിച്ചതൊന്നും എനിക്ക് തികയില്ല എന്ന രീതിയിലുള്ള കുറ്റബോധം മനസ്സിനെ വേട്ടയാടും. ഈ കുറ്റബോധം മനുഷ്യനെ മാനസികമായി തളർത്തുകയും പുതിയൊരു തുടക്കത്തിന് അനുവദിക്കാതിരിക്കുകയും ചെയ്യും. ഭാവിയെക്കുറിച്ചുള്ള ഭയം ഒരു വശത്ത്, ഭൂതകാലത്തെക്കുറിച്ചുള്ള സങ്കടം മറുവശത്ത്, ഇതിനിടയിൽ കിടന്ന് ശ്വാസമുട്ടുന്ന അവസ്ഥയാണത്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് 40 വയസ്സ് എന്നത് നിങ്ങളുടെ മനസ്സിനെ റീബൂട്ട് ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നാണ്. കാരണം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ജീവിച്ചത് മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനു വേണ്ടിയാണ്. പലരും ചോദിക്കാറുണ്ട്, ഈ പ്രായത്തിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ, പുതിയൊരു കരിയർ തിരഞ്ഞെടുക്കാനോ, പുതിയൊരു ഹോബി പഠിക്കാനോ കഴിഞ്ഞാൽ അത് വിജയിക്കുമോ എന്ന്. ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന ഭയമാണ് അവരെ പിന്നോട്ട് വലിക്കുന്നത്. ഇത്രയും പ്രായമായിട്ടും ഇയാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നാട്ടുകാർ ചോദിക്കില്ലേ എന്ന ചിന്തയാണ് തടസ്സം. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പല വിജയങ്ങളും സംഭവിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ചെറുപ്പക്കാരന് ആവേശമുണ്ട്, എന്നാൽ 40കാരന് ആവേശത്തോടൊപ്പം വിവേകവുമുണ്ട്. ആ വിവേകമാണ് ഏതൊരു വലിയ സംരംഭത്തെയും വിജയത്തിലേക്ക് നയിക്കുന്നത്. പരാജയപ്പെടാനുള്ള സാധ്യതകൾ എവിടെയൊക്കെയാണെന്ന് ഒരു 40കാരന് കൃത്യമായി അറിയാം. കാരണം അവൻ ആ വഴികളിലൂടെയൊക്കെ ഒട്ടനവധി തവണ നടന്നു തീർത്തവനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും കൂടുതൽ ഉറപ്പുള്ളതും ലക്ഷ്യബോധമുള്ളതുമായിരിക്കും. ജീവിതത്തിന്റെ പകുതി വഴിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി ബന്ധങ്ങളിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ്. 20കളിലും 30കളിലും നിഴലുപോലെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരും 40കളിലേക്ക് എത്തുമ്പോൾ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ അവരുടെ സ്വന്തം തിരക്കുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നു, ചിലർ ബോധപൂർവം നമ്മളെ ഒഴിവാക്കുന്നു, മറ്റു ചിലർ സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. ഈ ഘട്ടത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടൽ അങ്ങേയറ്റം വേദനാജനകമാണ്. വിശ്വസിച്ചവർ പലരും കൂടെയില്ലാതെ വരികയും നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ വലിയൊരു ശൂന്യത പടരും. മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞർ പറയുന്നത്, ഈ പ്രായത്തിൽ സംഭവിക്കുന്ന ഈ ഫിൽട്ടറേഷൻ പ്രക്രിയ അഥവാ അരിച്ചെടുക്കൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ്. ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ഓടി നടന്നിരുന്നു. ആരെന്ത് ചോദിച്ചാലും സ്വന്തം സുഖം പോലും നോക്കാതെ നമ്മൾ സഹായത്തിന് ഓടിയെത്തി.
മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാകാൻ വേണ്ടി നമ്മൾ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ പലതവണ ബലികഴിച്ചു. എന്നാൽ 40 വയസ്സ് പിന്നിടുമ്പോൾ സത്യം തിരിച്ചറിയാൻ തുടങ്ങും. നമ്മൾ എത്രയൊക്കെ ചെയ്തു കൊടുത്താലും മനുഷ്യർക്ക് ഒരിക്കലും തൃപ്തി വരികയില്ലെന്നും അവരുടെ താൽപ്പര്യങ്ങളൊന്നും മുടങ്ങിയാൽ നിങ്ങളെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുമെന്നുമുള്ള തിരിച്ചറിവ് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. നിങ്ങൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങും, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പഠിക്കും. ഈ മാറ്റത്തെ പലരും നിങ്ങളുടെ അഹങ്കാരമായും തളർച്ചയായും വ്യാഖ്യാനിച്ചേക്കാം. എന്നാൽ ഇത് അഹങ്കാരമല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ സംരക്ഷിക്കാൻ നിങ്ങൾ സ്വയം ആർജിച്ച ഒരു പ്രതിരോധ തന്ത്രമാണ്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത് അമിതമായ ദയയും എപ്പോഴും ലഭ്യമായിരിക്കുന്ന അവസ്ഥയും ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണമാകുമെന്നാണ്. കാട്ടിലെ ഏറ്റവും നേരായ മരങ്ങളെയാണ് തച്ചുശാസ്ത്രികൾ ആദ്യം മുറിച്ചെടുക്കുന്നത്. വളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ അവർ വെറുതെ വിടുന്നു. അതുപോലെ എന്തിനും ഏതിനും തലയാട്ടുന്ന, എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നോക്കുന്ന മനുഷ്യരെയാണ് ഈ സമൂഹം ഏറ്റവും ക്രൂരമായി ചൂഷണം ചെയ്യുന്നത്. 40-ാം വയസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം വേണ്ട എന്ന് പറയാൻ ശീലിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കായി നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഇനി പണയപ്പെടുത്തരുത്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കൂടെയുള്ളവരുടെ എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ ഉള്ളവർ എത്രത്തോളം വിശ്വസ്തരാണ് എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. 40 വയസ്സിന് ശേഷം മനുഷ്യരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന മാറ്റം ഒന്നിനോടും പെട്ടെന്ന് പ്രതികരിക്കാറില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ ഉടൻ ദേഷ്യപ്പെടുകയും മറുപടി പറയാൻ ഊർജം കളയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും വിമർശിച്ചാൽ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നടന്നു പോകാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ മനഃശാസ്ത്രമുണ്ട്. നിങ്ങളുടെ ഊർജം എവിടെ കളയണം, എവിടെ കളയരുത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളെ മനസ്സിലാക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരാളുടെ മുന്നിൽ വാക്കുകൾ പാഴാക്കുന്നത് വെറുതെയാണെന്ന് ഈ പ്രായം നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ പക്വതയാണ് ഒരു 40-കാരനെ കൂടുതൽ ശക്തനാക്കുന്നത്. എങ്കിലും ഈ നിശബ്ദത ചിലപ്പോൾ നിങ്ങളെ അമിതമായ ചിന്തകളിലേക്ക് നയിച്ചേക്കാം. മറ്റുള്ളവരോട് സംസാരിക്കാതെ വരുമ്പോൾ ചിന്തകൾ മുഴുവൻ ഉള്ളിലേക്ക് തിരിയുകയും ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ, എൻ്റെ ജീവിതം ഒരു പരാജയമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ 1-ാം പകുതി നിങ്ങൾ കളിച്ചത് മറ്റുള്ളവർ നിശ്ചയിച്ച നിയമങ്ങൾ അനുസരിച്ചായിരുന്നു. എന്നാൽ 2-ാം പകുതിയിലെ നിയമങ്ങൾ നിശ്ചയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പരാജയങ്ങളെല്ലാം നിങ്ങളുടെ കുറവുകളല്ല, മറിച്ച് നിങ്ങളുടെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ കരുത്തിൽ വേണം ഇനി വരാനിരിക്കുന്ന വർഷങ്ങളെ നിങ്ങൾ രൂപപ്പെടുത്താൻ. മധ്യവയസ്സിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ പലരെയും വിടാതെ പിടികൂടുന്ന ഭയമുണ്ട്. ശരീരത്തിൽ വന്നുചേരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക. മുടിയിൽ നര വീഴുമ്പോഴോ കാഴ്ച മങ്ങുമ്പോഴോ ഊർജ്ജസ്വലത പതുക്കെ ചോർന്നു പോകുന്നത് തിരിച്ചറിയുമ്പോഴോ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പുകയാറുണ്ട്. ഞാൻ വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കലേക്ക് അടുക്കുകയാണോ എന്ന തിരിച്ചറിവ് പലരുടെയും മനോവീര്യം കെടുത്തുന്നുണ്ട്. ഈ ഭയം കാരണം തങ്ങളുടെ ഉള്ളിൽ ബാക്കിവെച്ച പല സ്വപ്നങ്ങളെയും അവർ സ്വയം കുഴിച്ചുമൂടുന്നു. പ്രായമായില്ലേ, ഇനി ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണെന്ന നിഷ്ക്രിയത്വത്തിന്റെ കരിമ്പടം പുതച്ച് അവർ ജീവിതം പാഴാക്കുന്നു. ഇവിടെയൊരു വലിയ സത്യമുണ്ട്. പ്രായം ശരീരത്തെ ബാധിക്കുന്ന ഒന്നാണ്, മനസ്സിനെ ബാധിക്കുന്നതല്ല. മനസ്സിന് ഒരിക്കലും പ്രായമാകുന്നില്ല. പ്രായമായി എന്ന ചിന്ത നിങ്ങൾ എപ്പോൾ തുടങ്ങുന്നുവോ അന്നു മുതൽ ശരീരം കൂടുതൽ വേഗത്തിൽ തളരാൻ തുടങ്ങും. ചാണക്യൻ പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട്, ശാരീരിക ബലത്തേക്കാൾ വലുതാണ് മാനസികമായ ദൃഢതയെന്ന്. ആനപ്പടകളുണ്ടായിട്ടും കേവലം ബുദ്ധിയും മനക്കരുത്തും കൊണ്ട് വലിയ യുദ്ധങ്ങൾ ജയിച്ചവർ ചരിത്രത്തിലുണ്ട്. നിങ്ങളുടെ മധ്യവയസ്സിലെ ജീവിതം ഒരു യുദ്ധക്കളം പോലെയാണ്. അവിടെ ശരീരത്തിന്റെ അമിതമായ വേഗതയല്ല, മറിച്ച് കൃത്യമായ ദിശാബോധമാണ് ആവശ്യം. 20-കാരൻ വേഗത്തിൽ ഓടിയേക്കാം, പക്ഷെ താൻ എങ്ങോട്ടാണ് പായുന്നത് എന്നതിനെക്കുറിച്ച് അവന് വ്യക്തതയുണ്ടാകില്ല. എന്നാൽ മധ്യവയസ്സുകാരൻ പതുക്കെ നടക്കൂ, പക്ഷേ അവൻ വയ്ക്കുന്ന ഓരോ ചുവടും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കും. ഈ തന്ത്രപരമായ ചിന്താഗതി നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ പ്രായം എന്നത് വെറുമൊരു സംഖ്യ മാത്രമായി മാറും. പലരും ഈ പ്രായത്തിൽ അനുഭവിക്കുന്ന മറ്റൊരു വേദന തങ്ങൾ സ്വപ്നം കണ്ട പദവികളിലോ സാമ്പത്തിക ഭദ്രതയിലോ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന പരാജയബോധമാണ്. കൂടെയുള്ളവർ വലിയ നിലകളിലെത്തുമ്പോഴും ആഡംബരങ്ങളിൽ ജീവിക്കുമ്പോഴും സ്വയം ചെറുതായി തോന്നുന്നത് നിങ്ങളെ മാനസികമായി തകർക്കും. എന്നാൽ മനുഷ്യജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓരോരുത്തരുടെയും ടൈം ലൈൻ വ്യത്യസ്തമാണ്. ചിലർ 20കളിൽ വിജയിക്കും, 30കളിൽ തകരും. മറ്റു ചിലർ മധ്യവയസ്സിൽ പൂത്തുലഞ്ഞ് 50കളിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കും. മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ടൈം ലൈനെ താരതമ്യം ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ സങ്കടങ്ങളുടെ പകുതിയും അവസാനിക്കും. കാട്ടിലെ മുളങ്കാടിന്റെയും പുൽച്ചെടിയുടെയും കഥയോർക്കുക. മുളങ്കാട് വിത്തുപാകി ആദ്യത്തെ 5 വർഷം മുകളിലൊന്നും കാണിച്ചിരുന്നില്ല. ആ 5 വർഷവും അത് തന്റെ വേരുകൾ മണ്ണിനടിയിലേക്ക് ആഴത്തിലിറക്കുകയായിരുന്നു. മണ്ണിൽ നല്ല ഉറപ്പ് കിട്ടിയപ്പോഴാണ് അത് ഏതാനും മാസങ്ങൾ കൊണ്ട് ആകാശത്തോളം വളർന്നത്. നിങ്ങളുടെ മധ്യവയസ്സ് വരെയുള്ള ജീവിതം നിങ്ങൾ ചെയ്തത് ഈ വേരുകൾ ആഴ്ത്തലായിരുന്നു, അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും വേരുകൾ. ഇനി നിങ്ങളുടെ വളർച്ചയുടെ സമയമാണ്. ആ വളർച്ച ആർക്കും തടയാനാകില്ല. അതിനാൽ ഈ പ്രായത്തിൽ നിങ്ങളുടെ സാമ്പത്തിക നിലയോ പദവിയോ കണ്ട് സ്വയം വിലയിരുത്തരുത്. ബാങ്ക് അക്കൗണ്ടിലെ സംഖ്യകളല്ല നിങ്ങളുടെ യഥാർത്ഥ മൂല്യം, മറിച്ച് പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങളുടെ മനസ്സ് കാണിക്കുന്ന ആർജവമാണ്. ഇതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതം ഒരു ട്രയൽ റൺ മാത്രമായിരുന്നു എന്ന് കരുതുക. യഥാർത്ഥ കളി ഇനിമേലാണ് തുടങ്ങാൻ പോകുന്നത്. ഈ പോസിറ്റീവ് എനർജി ഉള്ളിൽ നിറയ്ക്കാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണകാലമായി മാറും എന്നതിൽ സംശയമില്ല.
മധ്യവയസ്സിലേക്ക് കടന്ന ഒരു മനുഷ്യൻ തന്റെ കഴിഞ്ഞ കാലത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക തനിക്ക് നേരിടേണ്ടി വന്ന വഞ്ചനകളുടെയും കൈപേറിയ നഷ്ടങ്ങളുടെയും കണക്കെടുപ്പുകൾ മാത്രമായിരിക്കും. ഏറ്റവും അടുപ്പമുള്ളവർ, കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചവർ, ഒരുപാട് സഹായിച്ചവർ പോലും പുറകിൽ നിന്ന് കുത്തിയ അനുഭവങ്ങൾ പലരുടെയും മനസ്സിൽ മുറിവുകളായി ഇപ്പോഴുമുണ്ട്. ഈ പ്രായത്തിൽ നേരിടേണ്ടി വരുന്ന ചതികൾ ഒരാളെ എത്രത്തോളം പെട്ടെന്നാണ് മാറ്റിമറിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അത് പുറത്ത് പ്രകടിപ്പിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അവരോട് പൂർണ്ണമായും അകലം പാലിക്കാൻ പഠിക്കുന്നു. ഈ മൗനം വെറുമൊരു ഭീരുത്വം കൊണ്ടല്ല, മറിച്ച് സ്വന്തം മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടി സ്വയം നടപ്പിലാക്കുന്ന ഒരു മുൻകരുതലാണ്. അവരെ തിരിച്ചു വേദനിപ്പിക്കാനോ തകർക്കാനോ ഉള്ള സമയം പോലും എനിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണിത്. ചാണക്യൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ശത്രുവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം അവരെ തകർക്കുക എന്നതല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു വിജയം നേടിയെടുക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ് ശത്രുക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. മധ്യവയസ്സിൽ നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു ഔന്നത്യത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് തർക്കിച്ചു വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക. നിങ്ങളുടെ മൗനം കൊണ്ട് അവരെ നേരിടുക. കാരണം ആ നിശബ്ദതയാണ് ഏറ്റവും മൂർച്ചയേറിയ ആയുധം. നിങ്ങൾ ഭയന്നാണ് മിണ്ടാതിരിക്കുന്നത് എന്നവർ കരുതിയേക്കാം. എന്നാൽ ഇവിടെയാണ് മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ശക്തനായ ഒരു മനുഷ്യന്റെ മൗനം ദുർബലന്റെ ദേഷ്യത്തേക്കാൾ എത്രയോ ഭയാനകമാണ്. ഈ പ്രായത്തിൽ കുടുംബത്തിനുള്ളിലെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും വലിയൊരു വെല്ലുവിളിയായി മാറുന്നു. മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവർക്ക് അവരുടേതായ ചിന്തകളും സ്വതന്ത്രമായ നിലപാടുകളും ആവശ്യമായി വരുന്നു. മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളെ അവർ എതിർക്കുന്നത് സ്വാഭാവികമാണ്. പണ്ട് അനുസരണയുള്ളവരായിരുന്ന മക്കൾ ഇപ്പോൾ തർക്കിക്കാൻ വരുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നും. ഞാൻ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ എന്നെ മാനിക്കുന്നില്ലല്ലോ എന്ന ചിന്ത പല മാതാപിതാക്കളെയും അലട്ടാറുണ്ട്. എന്നാൽ ഇതൊരു സാധാരണ മനുഷ്യപ്രകൃതം മാത്രമാണെന്ന് മനസ്സിലാക്കണം. മക്കൾ സ്വന്തം വ്യക്തിത്വം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രായമാണിത്. അവിടെ നമ്മൾ അവരെ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു രക്ഷിതാവ് എന്നതിലുപരി ഒരു നല്ല സുഹൃത്തായി അവരോട് പെരുമാറാൻ നമുക്ക് കഴിയണം. പങ്കാളിയുമായുള്ള ബന്ധവും ഈ പ്രായത്തിൽ സമാനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന പ്രണയവും ആവേശവും പതുക്കെ മങ്ങിത്തുടങ്ങും. ജീവിതം വെറുമൊരു യാന്ത്രികമായ ചടങ്ങായി മാറിയതുപോലെ തോന്നും. പരസ്പരം സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താനാകാതെ ഉത്തരവാദിത്തങ്ങളുടെ പുറകെ പായുന്നതിനിടയിൽ പങ്കാളിയുടെ മനസ്സുപോലും അറിയാൻ പലരും മറന്നുപോകുന്നു. ഈ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പരസ്പരം സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഒരുമിച്ച് ചെറിയ യാത്രകൾ പോവുകയോ പഴയ ഓർമ്മകൾ പങ്കുവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ബന്ധത്തിന് പുതിയ ജീവൻ നൽകും. ജീവിതത്തിൽ സമ്പാദിക്കുന്ന പണത്തേക്കാൾ എത്രയോ വലുതാണ് കൂടെയുള്ള ആളുടെ മനസ്സിന്റെ സന്തോഷം എന്ന് മനസ്സിലാക്കേണ്ട പ്രായമാണിത്. ഈ പ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അനുഭവങ്ങളുണ്ട്, നിങ്ങളുടെ പക്വതയുണ്ട്. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ആത്മവിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ നോക്കുക. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. വഞ്ചനകളെ ഒരു വലിയ അനുഭവമാക്കി മാറ്റി മുന്നോട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുക. യഥാർത്ഥ ജീവിതം എന്നത് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ അതിനെയെല്ലാം അതിജീവിച്ച് കൂടുതൽ ശക്തമായി തിരികെ വരുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. മധ്യവയസ്സിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പലരെയും വിടാതെ പിടികൂടുന്നൊരു സംശയമുണ്ട്. ഇനി പുതുതായി എന്തെങ്കിലും പഠിക്കാൻ എനിക്ക് കഴിയുമോ എന്ന ചിന്ത. തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലായെന്നും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശേഷിയില്ലെന്നും പലരും സ്വയം വിശ്വസിപ്പിച്ച് ജീവിതം മരവിപ്പിക്കുന്നു. എന്നാൽ ആധുനിക നാഡീശാസ്ത്രം പറയുന്നത് ഇതിന് നേരെ വിപരീതമായ കാര്യമാണ്. നമ്മുടെ തലച്ചോറിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു അസാധാരണ കഴിവുണ്ട്. പ്രായഭേദമന്യേ പുതിയ കാര്യങ്ങൾ പഠിക്കാനും തലച്ചോറിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങളെപ്പോൾ പുതിയതൊന്ന് പഠിക്കാൻ മുതിരുന്നുവോ അപ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ഊർജ്ജസ്വലമായി മാറുകയാണ് ചെയ്യുന്നത്. അതിനാൽ പ്രായമൊരു തടസ്സമാണെന്ന വ്യാജേന അറിവ് നേടുന്നതിൽ നിന്ന് ഒളിച്ചോടരുത്. ഇവിടെ മറ്റൊരു വലിയ സത്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. പലരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടി കാണിക്കുന്നത് പരാജയത്തെ ഭയന്നല്ല, മറിച്ച് മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന അനാവശ്യ ഉത്കണ്ഠ കൊണ്ടാണ്. മധ്യവയസ്സിൽ പോയി ഇതൊക്കെ പഠിച്ചാൽ ആളുകൾ പുച്ഛിക്കില്ലേ എന്ന ചിന്ത പലരെയും പിന്നിലേക്ക് വലിക്കുന്നു. ഒന്ന് ഓർക്കുക, നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവർ ആരും തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കാൻ വരാറില്ല. ചാണക്യൻ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്, അറിവ് നേടുന്ന കാര്യത്തിലായാലും ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലായാലും ലജ്ജ കാണിക്കുന്നവൻ എപ്പോഴും തോൽവി മാത്രമായിരിക്കും സമ്മാനമായി ലഭിക്കുക. നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അത് മടികൂടാതെ ഈ പ്രായത്തിലും നേടിയെടുക്കുക. അതൊരു വിദേശ ഭാഷയോ സംഗീതോപകരണമോ പുതിയ സാങ്കേതിക വിദ്യയോ എന്തുമാകട്ടെ, ആ അറിവ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. മധ്യവയസ്സിന് ശേഷം കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഒരു ചെറുപ്പക്കാരൻ ബിസിനസ് തുടങ്ങുമ്പോൾ അവൻ പണത്തിന് പുറകെ മാത്രമായിരിക്കും ഓടുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ പണത്തേക്കാൾ ഉപരിയായി മൂല്യങ്ങൾക്കും ഗുണനിലവാരത്തിനുമായിരിക്കും നിങ്ങൾ മുൻഗണന നൽകുക.
അനേകം മനുഷ്യരെ കണ്ടും ഇടപഴകിയും പരിചയമുള്ള നിങ്ങൾക്ക് ഉപഭോക്താക്കളുടെ മനസ്സ് വായിക്കാൻ അനായാസം സാധിക്കും. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഈ അറിവാണ് ഏതൊരു ബിസിനസിന്റെയും വിജയത്തിന്റെ അടിത്തറ. നിങ്ങളുടെ ദീർഘകാലത്തെ അനുഭവസമ്പത്തിനെ ഒരു വലിയ മൂലധനമാക്കി മാറ്റാൻ ഇനി മടിക്കരുത്. ഈ പ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കംഫർട്ട് സോൺ എന്ന വലിയൊരു കെണിയാണ്. ഒരേ ജോലി, ഒരേ ശമ്പളം, ഒരേ ദിനചര്യ എന്നിവയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ മനസ്സ് എപ്പോഴും താൽപ്പര്യപ്പെടും. എന്നാൽ പുതിയൊരു റിസ്ക് എടുക്കാൻ മടിക്കുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ്. കംഫർട്ട് സോണിന്റെ സുഖലോലുപതയിൽ കഴിയുന്ന മനുഷ്യൻ പതുക്കെ ജീവനില്ലാത്ത ഒരു യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്നും ചെറിയൊരു വെല്ലുവിളി ഉണ്ടായിരിക്കണം. ആ വെല്ലുവിളികളാണ് നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത്. ഓരോ പ്രഭാതത്തിലും ഇന്നെനിക്ക് പുതിയൊരു ലക്ഷ്യം പൂർത്തിയാക്കാനുണ്ട് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തീപ്പൊരിയായിരിക്കണം. അത് നിങ്ങളുടെ ഊർജത്തെ പത്തിരട്ടിയാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ നിങ്ങളുടെ ഭൂതകാലം തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളും എടുത്ത തീരുമാനങ്ങളിലെ പിഴവുകളും ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വട്ടം പറ്റിയ തെറ്റ് അബദ്ധമായിരിക്കാം, എന്നാൽ അത് വീണ്ടും ആവർത്തിച്ചാൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയായി മാത്രമേ കാണാൻ കഴിയൂ. മധ്യവയസ്സിൽ ഒരു മനുഷ്യന് തെറ്റുകൾ വരുത്താനുള്ള ആഡംബരമില്ല, കാരണം സമയത്തിന് വലിയ വിലയുണ്ട്. ഓരോ ചുവടും അതികഠിനമായ ജാഗ്രതയോടെയും ബുദ്ധിയോടെയുമായിരിക്കണം. ആ ജാഗ്രത മാത്രമാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഒരേയൊരു കാവലാൾ. മധ്യവയസ്സിലേക്ക് കടക്കുന്നൊരു മനുഷ്യൻ ജീവിതത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് തന്റെ ആത്മീയവും മാനസികവുമായ ആരോഗ്യം. ഇവിടെ ആത്മീയത എന്നത് മതപരമായ ചടങ്ങുകളുടെ ആവർത്തനമല്ല, മറിച്ച് സ്വന്തം ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു സ്വയം തിരിച്ചറിയാനുള്ള ശ്രമമാണ്. ഇതുവരെ നാം പുറം ലോകത്തേക്ക് മാത്രം നോക്കി ജീവിച്ചവരാണ്. മറ്റുള്ളവരുടെ വീടുകൾ, അവരുടെ വാഹനങ്ങൾ, അവരുടെ വിജയങ്ങൾ എന്നിവയായിരുന്നു നമ്മുടെ ചിന്താവിഷയങ്ങൾ. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഉള്ളിലേക്ക് തിരിയണം. ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ നിയോഗം എന്താണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഈ ഒരു ആത്മപരിശോധന നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ അടിമുടി മാറ്റിമറിക്കും. ചാണക്യൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് സർവ്വതും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയത് വലിയൊരു തത്വം നമ്മെ പഠിപ്പിക്കാനാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ നാം ഒന്നിനോടും അമിതമായ ഭ്രമം കാണിക്കരുത്. അമിതമായ ആസക്തിയും മോഹവും ഉള്ളിടത്തെല്ലാം സങ്കടവും ഭയവും നിഴലായി കൂടെ ഉണ്ടാകും. പണത്തോടും പദവിയോടുമുള്ള ആർത്തി ഈ പ്രായത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തെ കരിച്ചുകളയും. സമ്പാദിക്കുന്നത് നല്ലതാണ്, പക്ഷേ ആ സമ്പാദ്യം നിങ്ങളുടെ മനസ്സിനെ ഭരിക്കാൻ അനുവദിക്കരുത്. ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്ന ബോധം ഉള്ളിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സന്തോഷം. മനഃശാസ്ത്രപരമായി നോക്കിയാൽ മധ്യവയസ്സിന് ശേഷം പ്രകൃതിയോട് മനുഷ്യന് വലിയൊരു അടുപ്പം തോന്നാറുണ്ട്. ചെടികൾ വളർത്തുന്നതും പക്ഷികളെ നിരീക്ഷിക്കുന്നതും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കുന്നതും മനസ്സിനെ വലിയ രീതിയിൽ സുഖപ്പെടുത്തും. എത്ര വലിയ തിരക്കുകൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കാനും ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ മുഴുവൻ പുറന്തള്ളി പോസിറ്റീവ് എനർജി നിറയ്ക്കാനും പ്രകൃതിക്ക് വലിയൊരു കഴിവുണ്ട്. ഈ പ്രായത്തിൽ പലരെയും വേട്ടയാടുന്ന വലിയൊരു പ്രശ്നമാണ് ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ. രാത്രി കിടക്കുമ്പോൾ മനസ്സിലേക്ക് ഇരച്ചുകയറുന്ന ചിന്തകൾ കാരണം പലർക്കും കണ്ണടയ്ക്കാൻ കഴിയാറില്ല. ഇത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെയും തകർക്കും. ഉറക്കമില്ലായ്മയുടെ പ്രധാന കാരണം പകൽ മുഴുവൻ ഉള്ളിലടക്കിവെച്ച സങ്കടങ്ങളും ദേഷ്യവുമാണ്. ആരോടെങ്കിലുമുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ഒരിക്കലും വരില്ല. അതുകൊണ്ട് കിടക്കുന്നതിന് മുൻപ് എല്ലാവരോടും ക്ഷമിക്കുക. നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശൂന്യമാക്കുക. ഞാൻ ഇന്നെനിക്ക് കഴിയുന്ന രീതിയിൽ നന്നായി ജീവിച്ചു, ബാക്കി നാളെ നോക്കാം എന്നൊരു ഉറച്ച ചിന്തയോടെ വേണം നിങ്ങൾ കിടക്കാൻ. ജീവിതത്തിൽ നാം എത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ വിനയം ഒരിക്കലും നഷ്ടപ്പെടരുത്. അഹങ്കാരം ഒരു മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കമാണ്. പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ നിങ്ങളുടെ വിജയം കണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കരിക്കാൻ പോയാൽ നിങ്ങളെ താഴെ ഇറക്കാൻ ഈ സമൂഹം തന്നെ ഒന്നിച്ച് ശ്രമിക്കും. വിനയമുള്ള മനുഷ്യനെയാണ് ലോകം എന്നും ആദരിക്കുന്നത്. നിങ്ങളുടെ അറിവും പക്വതയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പങ്കുവെക്കുക. ഒരു വലിയ വൃക്ഷം കായ്ച്ചു നിൽക്കുമ്പോൾ താഴേക്ക് വളയാറുണ്ട്. അത് അതിൻ്റെ തളർച്ചയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പഴങ്ങൾ പറിച്ചെടുക്കാൻ അവസരമൊരുക്കുന്ന എളിമയാണ്. അതുപോലെയാകണം നിങ്ങളുടെ ജീവിതവും. മധ്യവയസ്സിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ജീവിതം ഒരു പുതിയ തുടക്കമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മറ്റൊരു ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ്. ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ചെറുപ്പകാലത്ത് ശീലിച്ച ഭക്ഷണരീതിയോ ജീവിതചര്യയോ അല്ല ഇനി നമുക്ക് വേണ്ടത്. ശരീരം കാണിക്കുന്ന ചെറിയ ലക്ഷണങ്ങളെപ്പോലും അവഗണിക്കുന്നത് വലിയ വിപത്തായി മാറും. കൃത്യമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യസമയത്തുള്ള വിശ്രമം എന്നിവ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുക. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ സമാധാനമുള്ള മനസ്സ് നിലനിൽക്കൂ എന്ന് തിരിച്ചറിയുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കേണ്ട സമയമാണിത്. പലരും ഈ പ്രായത്തിൽ വല്ലാതെ ഒറ്റപ്പെടുന്നു എന്ന് പരാതി പറയാറുണ്ട്. മക്കൾ ദൂരേക്ക് പോകുന്നു, സുഹൃത്തുക്കൾ അവരുടെ ലോകത്ത് തിരക്കിലാകുന്നു.
എന്നാൽ ഈ ഏകാന്തതയെ ശാപമായി കാണാതെ ഒരു വലിയ അനുഗ്രഹമായി കരുതി ശീലിക്കുക. മനുഷ്യൻ ഏറ്റവും കൂടുതൽ സർഗാത്മകനാകുന്നത് തനിച്ചിരിക്കുമ്പോഴാണ്. പണ്ട് ചെയ്യാൻ കഴിയാതെ പോയ സ്വപ്നങ്ങൾ എഴുതാൻ, വിട്ടുപോയ കവിതകൾ വരയ്ക്കാൻ, മോഹിച്ച ചിത്രങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് ചെയ്തു തുടങ്ങാം. ഏകാന്തതയെ നിങ്ങളുടെ ഉറ്റ സുഹൃത്താക്കി മാറ്റുക. നിങ്ങൾ നിങ്ങളുമായി തന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തോന്നും. സ്വന്തം കൂട്ടിനെ ആസ്വദിക്കാൻ പഠിച്ച ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല. ചാണക്യന്റെ വാക്ക് ഓർക്കുക. സ്വയം ആശ്രയിക്കുന്ന മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നമ്മൾ അവരുടെ അടിമകളായി മാറുകയാണ്. അത് സ്നേഹത്തിന്റെ പേരിലായാലും പണത്തിന്റെ പേരിലായാലും അടിമത്തം തന്നെയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശീലിക്കുക. ആരുടെയും സഹായത്തിനായി കാത്തു നിൽക്കാതിരിക്കുക. ഈ സ്വയം പര്യാപ്തത നിങ്ങളിലുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ടി വരാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ പ്രായത്തിലും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു വഴികാട്ടി അഥവാ മെന്റർ ഉണ്ടായിരിക്കുന്നത് വലിയൊരു ഗുണമാണ്. അതൊരു വ്യക്തിയാകണമെന്നില്ല. നല്ല പുസ്തകങ്ങളോ മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങളോ ആകാം. വായനാശീലം നിങ്ങളുടെ ചിന്തകളെ വിശാലമാക്കും. ലോകത്തിലെ വലിയ ജ്ഞാനികൾ അവരുടെ അനുഭവങ്ങൾ എഴുതിവെച്ചത് നമ്മൾ അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ദിവസവും കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കുക. അത് നിങ്ങളുടെ മനസ്സിന് പുതിയൊരു വെളിച്ചം നൽകും. ജീവിതത്തെ ഒരു വലിയ ഉത്സവമായി കാണാൻ പഠിക്കുക. സങ്കടങ്ങളും സന്തോഷങ്ങളും അതിന്റെ ഭാഗം മാത്രമാണ്. ഒരു നാടകത്തിലെ വേഷങ്ങൾ മാത്രമാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ വേഷം എത്രത്തോളം മനോഹരമായി ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നന്നായി ചെയ്യുക. തിരശീല വീഴുമ്പോൾ കാണികൾ കൈയടിക്കുന്നത് നിങ്ങൾ ആ വേഷം എത്രത്തോളം ഭംഗിയായി ചെയ്തു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളെ ഭയത്തോടെയല്ല, മറിച്ച് വലിയൊരു പ്രതീക്ഷയോടും ആവേശത്തോടും കൂടി വേണം നിങ്ങൾ വരവേൽക്കാൻ. നമ്മുടെ ഈ നീണ്ട യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിനിൽക്കുകയാണ്. ഇതുവരെ നാം പങ്കുവച്ച കാര്യങ്ങളെല്ലാം ഒരൊറ്റ സത്യത്തിലേക്ക് ചുരുക്കാം. മധ്യവയസ്സ് എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് സൃഷ്ടിക്കാനുള്ള തുടക്കമാണ്. ചെറുപ്പകാലത്തെ പാളിച്ചകളും പരാജയങ്ങളും വഞ്ചനകളുമെല്ലാം നിങ്ങളെ ഈയൊരു നിമിഷത്തിലെത്തിക്കാൻ പ്രകൃതി ഒരുക്കിയ തന്ത്രങ്ങളായിരുന്നു. ആ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ജ്ഞാനിയെ വളർത്തിയിട്ടുണ്ട്. ഇനി ആ ജ്ഞാനിയുടെ വെളിച്ചത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രധാന മനഃശാസ്ത്ര സത്യമുണ്ട്. മനുഷ്യൻ തന്റെ അവസാന നാളുകളിൽ ഓർത്ത് സങ്കടപ്പെടുന്നത് ചെയ്ത തെറ്റുകളെക്കുറിച്ചല്ല, മറിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടും ഭയം കൊണ്ട് ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ പ്രായമായില്ലേ എന്ന് കരുതി നിങ്ങൾ കുഴിച്ചുമൂടിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക. കാരണം ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ സമയമില്ല. തോറ്റുപോയാലും കുഴപ്പമില്ല, ഞാനൊന്ന് ശ്രമിച്ചല്ലോ എന്നൊരു സംതൃപ്തി നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ആ സംതൃപ്തിയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. ചാണക്യൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കുക. ഭൂതകാലം മരിച്ചുപോയ ഒന്നാണ്. അതിനെ താങ്ങി നടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഭാവി എന്നത് വരാനിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ്. അതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെട്ടിട്ടും കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഈയൊരു നിമിഷം മാത്രമാണ്. ഇതിനെ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രത്തോളം മനോഹരമാക്കുക. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ നല്ല തീരുമാനം നിങ്ങളുടെ നാളെയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് ഭയത്തെ പടിക്കുപുറത്ത് നിർത്തുക. മധ്യവയസ്സ് പിന്നിട്ടവരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ജീവിതകഥയിലെ നായകനാണ്. വില്ലന്മാരും പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പോൾ മാത്രമേ കഥയ്ക്ക് ആവേശമുണ്ടാവുകയുള്ളൂ. എന്നാൽ അവസാനം വിജയം നായകന്റേത് തന്നെയായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ ആവേശത്തെ വീണ്ടെടുക്കുക. അതോടൊപ്പം അനുഭവങ്ങളുടെ വിവേകം കൂടി ചേർക്കുക. ലോകത്തിനു മുന്നിൽ നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ ഏറ്റവും മികച്ച സമയമാണിത്. പ്രായം ശരീരത്തെ ബാധിച്ചേക്കാം, എന്നാൽ നിങ്ങളുടെ മനക്കരുത്തിന് മുന്നിൽ പ്രായം തോറ്റുതൊപ്പിയിടും. നിങ്ങൾ ഇതുവരെ കേട്ട ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്താഗതിയിൽ പുതിയൊരു വെളിച്ചം വീശിയിട്ടുണ്ടെങ്കിൽ, അതുതന്നെയാണ് ഈ സംഭാഷണത്തിന്റെ വിജയം. ജീവിതം വളരെ ചെറുതാണ്. അതിൽ സങ്കടപ്പെട്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ഓരോ നിമിഷവും ആഘോഷിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നിങ്ങളുടെ ഈ രണ്ടാം ഘട്ടം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ധൈര്യമായി മുന്നോട്ടു പോകൂ. വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും.